കർണാടകയിൽ മലയാളി വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പാളിനും അസിസ്റ്റന്റ് പ്രൊഫസർക്കും സസ്പെൻഷൻ. രാമനഗര ദയാനന്ദ സാഗർ കോളേജിലെ പ്രിൻസിപ്പൽ സന്താനം സ്ട്രീറ്റ് മേരി റോസ്, അസിസ്റ്റന്റ് പ്രൊഫസർ സുജാത എന്നിവർക്കാണ് സസ്പെൻഷൻ. നഴ്സിംഗ് വിദ്യാർത്ഥിനി കണ്ണൂർ സ്വദേശി അനാമികയുടെ ആത്മഹത്യയിലാണ് മാനേജ്മെന്റിന്റെ നടപടി. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, വിശദാംശങ്ങൾ. ഗൗതം, ഈ അധ്യാപകരുടെയും ഒപ്പം തന്നെ ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള മാനസിക പീഡനത്തെ തുടർന്നാണ് അനാമിക ആത്മഹത്യ ചെയ്തത് എന്ന് നേരത്തെ തന്നെ അനാമികയുടെ കുടുംബവും ഒപ്പം തന്നെ സഹപാഠികളും ആരോപിച്ചിരുന്നു. ഈ മാർക്ക് കുറഞ്ഞതിന്റെ പേരിലും ഒപ്പം തന്നെ പേപ്പറുകളിൽ തോൽക്കുമെന്ന് പറഞ്ഞുമൊക്കെ വലിയ രീതിയിലുള്ള മാനസിക പീഡനം ഇവരിൽ നിന്ന് ഉണ്ടായി എന്നായിരുന്നു ആരോപണം. ഈ ആരോപണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കോളേജ് മാനേജ്മെന്റ് ഇരുവർക്കുമെതിരെ രാമനഗര ദയാനന്ദ സാഗർ കോളേജിലെ നഴ്സിംഗ് അവിടുത്തെ പ്രിൻസിപ്പൽ സന്താനം സ്വീറ്റ് മേരി റോസ്, അസിസ്റ്റന്റ് പ്രൊഫസർ സുജാത എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇരുവർക്കെതിരെയും ഈ അന്വേഷണം നടക്കുന്നത് വരെ എന്ന രീതിയിലാണ് ഇപ്പോൾ മാനേജ്മെന്റ് നടപടി എടുത്തിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഈ ഇരുവർക്കുമെതിരെ സഹപാഠികൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. കാരണം വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തി ഈ മാർക്ക് കുറയുന്നതിന് ഫൈൻ ഈടാക്കും, അത് നിലവിൽ ഈടാക്കുന്നതിനേക്കാൾ വലിയ തുക ഈടാക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങൾ വലിയ രീതിയിൽ അത്തരത്തിലുള്ള സമ്മർദ്ദം ഈ കുട്ടിക്ക് മുകളിൽ ഇവർ രണ്ടുപേരും ചുമത്തിയിരുന്നു എന്നതായിരുന്നു ആരോപണം. ഒപ്പം തന്നെ ഒരു ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജനുവരി 18 മുതൽ അവധി എടുത്തിരുന്നു ഈ കുട്ടി. ഈ അവധി എടുത്തതിന്റെ പേരിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഈ കുട്ടിക്ക് മുകളിൽ ഉണ്ടാക്കുകയും മാനസികമായി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നായിരുന്നു ആരോപണം. ഇങ്ങനെ വലിയ രീതിയിൽ ഈ ആരോപണം ഉയരുകയും പ്രിൻസിപ്പലിനെയും അസിസ്റ്റന്റ് പ്രൊഫസറിനെയും ലക്ഷ്യമാക്കി ഈ സഹപാഠികൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മാനേജ്മെന്റ് ഇങ്ങനെ ഒരു നടപടി എടുക്കാൻ നിർബന്ധിതരായിരിക്കുന്നത്. ഏതായാലും അന്വേഷണ വിധേയമായി രണ്ടുപേരെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത്. ശരി, നിഖിലാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.